കുട്ടികളുടെ വിഷയം കൈകാര്യം ചെയ്യാനാണ്. ഇപ്പോൾ ഈ നിമിഷം വരെ 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. 1838. അതിൽ ഇന്നു മാത്രം വന്ന 145 അപേക്ഷകളുമുണ്ട്. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഒന്നും തന്നെ ഇവിടെ ഒപ്പിടാനില്ല. അതുകൂടാതെ PhDയുടെ പാനൽ, അങ്ങനെയുള്ള അത്യാവശ്യ ഫയലുകൾ എല്ലാം തന്നെ തീർന്നു. ഈ ടേബിൾ ഫ്രീ ആണ്. ഒരു ഫയലും എൻ്റെ മുമ്പിൽ ഇല്ല. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഞാൻ കഴിഞ്ഞ 30-ാം തീയതിയാണ് ഇവിടെ ഈ യൂണിവേഴ്സിറ്റിയിൽ വരികയും അന്നത്തെ എല്ലാ ഫയലുകൾ തീർക്കുകയും എല്ലാ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും അപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 18-ാമത്തെ ദിവസമാണ്. പക്ഷേ അതിനിടയിൽ 3-ാം തീയതി മുതൽ 8-ാം തീയതി വരെ റഷ്യൻ ഗവൺമെന്റിന്റെ ക്ഷണപ്രകാരം അവിടുത്തെ ക്യാൻസർ കോൺഫറൻസിന് അതിഥിയായി പങ്കെടുക്കുകയും അവിടെ പ്രഭാഷണം നടത്താനും പോവുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ 3-ാം തീയതി മുതൽ 8-ാം തീയതി വരെ റഷ്യയിലോട്ട് പോയത്. ആ ദിവസം മറ്റൊരു വൈസ് ചാൻസലർക്ക് കേരള ഗവർണർ ചുമതല ഏൽപ്പിച്ചു, ഡോക്ടർ സിസ തോമസിന്. ഇപ്പോൾ 3-ാം തീയതി മുതൽ 8-ാം തീയതി വരെയും വൈസ് ചാൻസലർ ഉണ്ടായിരുന്നു. 9-ാം തീയതി ഞാൻ തിരിച്ചു വന്നതിന് ശേഷവും ഞാൻ ചാർജ് എടുക്കുകയും ചെയ്തു. ഇപ്പോൾ 20 ദിവസം വൈസ് ചാൻസലർ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ചിലർ പറയുന്നത് ശരിയല്ല, അത് കളവാണ്. ഇന്നിവിടെ വന്നതോടുകൂടി തന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഒപ്പിട്ടു, എല്ലാ കാര്യങ്ങളും ഇവിടെ നോക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഗ്രില്ലുകളും തല്ലിപ്പൊളിച്ച് ഇതിനകത്ത് കയറി അക്രമം നടത്തിയ ആളുകൾ ഒരു വിദ്യാർത്ഥികളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. ആണോ അല്ലയോ എന്ന് നമുക്കിനി തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ശതമാനം പേരും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വലിയ തട്ടിപ്പുണ്ട്. അതായത് ഏതെങ്കിലും ഒരു കോഴ്സിന് ചേരും, എന്നിട്ട് 3 വർഷം ആ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യും, ഒരു പരീക്ഷയും പാസ്സാവില്ല, എന്നിട്ട് അടുത്ത ഡിഗ്രിക്ക് എഴുതും. അങ്ങനെ സ്ഥിരമായിട്ട് വിദ്യാർത്ഥിയാകുന്ന പ്രൊഫഷണലുകളുണ്ട്. ഞാൻ പ്രൊഫഷണൽ വിദ്യാർത്ഥിയാണ്, ഡോക്ടറാണ്, ആരോഗ്യ സർവകലാശാലയിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസമാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ ചിലർ ഈ വിദ്യാർത്ഥിയായി തുടരുക എന്നുള്ള പ്രൊഫഷനായി നടക്കുകയും അവരുടെ പ്രധാന പരിപാടി സമരം നടത്തുകയും ആക്രമിക്കുകയും ഒക്കെ ചെയ്യാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് നല്ല കുട്ടികളുണ്ട്, പാവപ്പെട്ട കുട്ടികളുണ്ട്, അവരുടെ വിദ്യാഭ്യാസം തകർക്കപ്പെടുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഈ കലാപം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടി വന്ന് ആ കലാപത്തിൽ എന്നെ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ വരാതിരുന്നത്. തീർച്ചയായിട്ടും അവർ ഇന്നലെ VCയെ തടയില്ല എന്നും കലാപം ഉണ്ടാക്കില്ല എന്നുമൊക്കെ പബ്ലിക്കായിട്ട് പറയുന്നത് കേട്ടു. അപ്പോൾ ആ വാക്കിനെ വിശ്വസിച്ച്, മാത്രവുമല്ല അവർക്ക് പിന്തുണ നൽകിയ സിൻഡിക്കേറ്റ് മെമ്പർമാരും പറയുന്നുണ്ടായിരുന്നു VCയെ ഞങ്ങൾ തടയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വാക്കിനെ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ വന്നത്. തീർച്ചയായിട്ടും തടയാത്തതിൽ സന്തോഷമുണ്ട്. ഞാൻ കുട്ടികളുടെ പേരിൽ അതിന് സന്തോഷം പ്രകടിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. യൂണിവേഴ്സിറ്റി നന്നായിട്ട് നടക്കണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷെ ചില ആളുകൾക്ക് ഒരുപക്ഷെ നേതാവാകാൻ വേണ്ടിയിട്ടുള്ള കളിയാണ്. കാരണം കുറച്ച് നാൾ കഴിഞ്ഞാൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്. അപ്പം ആ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയാവാൻ ശ്രമിക്കുന്ന ആളുകൾ അവരുടെ നേതൃത്വ പാടവം അവരുടെ പാർട്ടിയെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ പാർട്ടി വിചാരിക്കും ഇയാൾ നല്ലൊരു നേതാവാണല്ലോ എന്ന്. എനിക്ക് തോന്നുന്നു പാർട്ടികളൊന്നും അങ്ങനെ വിചാരിക്കില്ല എന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ആ ആളുകളൊന്ന് മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ ഒക്കെ പ്രബുദ്ധരാണ്. അവിടെ ഇത്തരം കോമാളിത്തരങ്ങൾ അവർ ദയവായി കാണിക്കരുത് എന്നും അവർ നല്ല രീതിയിൽ പെരുമാറിയാൽ ആളുകൾ അവരെ തിരിച്ചറിയുമെന്നും ഒരുപക്ഷെ അവർക്ക് ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കുകയും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നടന്നത് എന്താണ്? നാട്ടിൻ്റെ ഭരണത്തലവൻ അത് ഗവർണറാണ്, യൂണിവേഴ്സിറ്റിയുടെ തലവൻ അത് ചാൻസലറാണ്. അദ്ദേഹത്തെ അപമാനിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ ഒരു പരിപാടിക്ക് വന്നതിന് ശേഷം നിങ്ങൾ വരണ്ട എന്ന് പറയുന്നത് എന്തുമാത്രം അപമാനകരമാണ്. അത്തരം ഒരാളെ വളരെ ചെറിയ ശിക്ഷയല്ല, അദ്ദേഹം അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു, ചെയ്തിട്ടുണ്ടോ എന്ന് തർക്കം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ്. എന്നിട്ട് അത് അന്വേഷിക്കാൻ സിൻഡിക്കേറ്റിനെ ചുമതലപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നതാണോ ശരി, അതോ ഗവർണറെ അവമാനിച്ചു എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കാം. അത് വകവയ്ക്കാതെ നമ്മുടെ നാട്ടിൽ ആർക്കെതിരായിട്ടും ആരോപണം വന്നാൽ സസ്പെൻഡ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ
നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ചു വരികയും അവരുടെ മുഴുവൻ ശമ്പളവും ഒക്കെ കൊടുക്കുകയും ചെയ്യും. നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അത് ഞാൻ അനുസരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമുക്ക്? വൈസ് ചാൻസലറെ തടയും എന്ന് പറഞ്ഞു, നിയമത്തെ ചോദ്യം ചെയ്യുകയാണ്, അതിൽ നിന്ന് പിൻവലിച്ചു. ഇനി ഈ കാര്യത്തിൽ നിന്നും കൂടി പിൻവലിച്ച് നിയമം പാലിക്കണം എന്നാണ് എനിക്ക് ഈ ആളുകളോട് പറയാനുള്ളത്. നിയമം എല്ലാവർക്കും ഉള്ളതാണ്. എനിക്കായിട്ടൊരു നിയമമില്ല, മറ്റൊരാൾക്കായിട്ട് നിയമമില്ല. ഈ നിയമമാണെങ്കിൽ നമ്മുടെ നാട് എത്രയോ വർഷമായിട്ട് പാലിക്കുന്നതാണ്. നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ നിയമം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് ഞാൻ നിയമം വയലേറ്റ് ചെയ്യുമെന്നും അദ്ദേഹത്തെ കുറെ പേര് സപ്പോർട്ട് ചെയ്യുമെന്നും ആ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വിദ്യാർത്ഥികളെന്ന പേരിൽ കുറെ ആളുകളെ, അക്രമികളെ ഇറക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും?